ആദ്യം നമുക്ക് ചേമ്പിൽ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചേമ്പിൽ ചെറുതായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, കാന്താരിമുളക്, പിന്നെ പുളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേമ്പിൽ ചുരുട്ടിയതെല്ലാം ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് നമുക്കത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടതൊന്ന് തിളച്ച് എല്ലാം ഒന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പുളിയും അതുപോലെ ഇഞ്ചി ചതച്ചതും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട്. നല്ലൊരു തോരനാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും അതുപോലെ പപ്പായയും ചേർത്ത് വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്, സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്, പപ്പായ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയും മുട്ട പുഴുങ്ങിയതും എടുത്തിട്ടുണ്ട്. പിന്നെ കഷ്ണം ഒന്ന് വെന്തോന്ന് നോക്കാൻ നമുക്കൊന്ന് തിളച്ച് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പപ്പായ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വെന്ത് അല്ലെങ്കിൽ വേവ് കുറഞ്ഞു പോകില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കുറച്ച് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ മുട്ടയുടെ കഷ്ണം തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം മുട്ട മുറിച്ചിടുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരുപാടങ്ങ് തിളയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കൂട്ടാനാണ് കേട്ടോ. കടുകും മുളകും ഒക്കെ ചേർത്തിട്ട് നമുക്കതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കൂട്ടാനാണ്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.